ഒരു യമ്മി സ്വീറ്റ് റെസിപ്പി, ചനദാൽ സ്വീറ്റ് ബോണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ബോളിയുടെ ഇൻഗ്രീഡിയൻസ് ആട്ടോ. ബോളി നമ്മൾ പരുത്തി ഉണ്ടാക്കുന്നു. ഇത് ജസ്റ്റ് ഉരുട്ടി ബോൾ പോലെ ആക്കി ഫ്രൈ ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് ബോളി ബോൾ എന്ന് വിളിക്കും. വോളിബോൾ അല്ല, ബോളി ബോൾ. ഇപ്പം അതുണ്ടാക്കുന്നതിന് വേണ്ടി ചനദാൽ എടുത്ത് വെച്ചിരിക്കുന്നു. ഈ കറുത്ത കടല സ്പ്ലിറ്റ് ചെയ്തില്ലേ, അതാണ് വേണ്ടത്. ബോളിക്ക് നമ്മളതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചട്നിയുടെ പൊട്ടുകടലയല്ല, സ്പ്ലിറ്റ് ചെയ്ത ചനദാൽ. പിന്നെ കുറച്ച് ഷുഗർ വേണം, ഗ്രേറ്റഡ് കോക്കനട്ട്, ഓൾ പർപ്പസ് ഫ്ലവർ, ഗീ, സ്പൈസസ്, കാർഡമം, ഗ്രാമ്പു, ഒരു പിഞ്ച് നട്ട്മഗ് പൗഡർ. ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു സോസ് പാനിൽ വെള്ളം ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച കടല അതിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്ന് ടച്ച് ചെയ്ത് നോക്കി അറിയാം അത് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഒന്ന്. ഇനി ഒരു സ്ട്രെയിനറിൽ കൂടെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഈ സമയത്ത് കാർഡമം, ഗ്രാമ്പു ഒക്കെ കുറച്ച് ഷുഗർ കൂടെ ഇട്ടിട്ട് ഇതേപോലെ പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്ക് ചെയ്ത കടല മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ പൊടിച്ച് മാറ്റി വെക്കണം. ഉണ്ടോ, ഇതേപോലെ പൊടിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം നമ്മൾ പൊടിച്ചുകൊണ്ട് വന്ന കുക്ക് ചെയ്ത കടല അതിലേക്ക് ഇട്ട് ഷുഗർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ആകുമ്പോൾ ആ പൊടിച്ച് വെച്ച സ്പൈസസ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ശേഷം ചെറിയ ഉരുളകൾ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇതേപോലുള്ള ഉരുളകൾ ഉണ്ടാക്കി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവർ, ടർമറിക് പൗഡർ, സാൾട്ട്, ഷുഗർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റൈസ് ഫ്ലവർ ഇടുന്നത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഓരോ ഇലകളും ഇതിൽ ഡിപ്പ് ചെയ്ത് ഹോട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്വീറ്റ് ചനദാൽ ബോണ്ട റെഡി. അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ. ടർമറിക് പൗഡർ ഇട്ടത് ആ മാവിനൊരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം എടുത്ത് ഞാൻ കാണിക്കാം, കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം ഇൻസൈഡ് സോഫ്റ്റും ഔട്ട് സൈഡ് ക്രിസ്പി ആയിട്ടും ഇരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ബോളിയുടെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. പക്ഷെ ജസ്റ്റ് റൗണ്ട് ഷേപ്പ് ഇരിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇതിനെ ബോളി ബോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, ബോളി ആണെങ്കിൽ നമ്മൾ പരുത്തി എടുക്കുന്നു. ഇത് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നു കേട്ടോ. ഒരു യമ്മി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് എൻജോയ്.